ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം, ഇതെൻ്റെ ആക്സിഡൻറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല, ഇനി അതുമായി ബന്ധപ്പെടുത്തി എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. വേദനിക്കുന്ന രാത്രികളിൽ ഓമനിക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് ഈ ചതവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചുളിയൊളുപ്പ്, വേദന, ഇതെല്ലാം കാരണം രാത്രിക്ക് കിടന്നാലും ഉറങ്ങാൻ പാടാൻ, കുറച്ചുറങ്ങിയാലും പിന്നെയും എഴുന്നേറ്റ് വേദന കാരണം അങ്ങനെ കുറച്ച് വേദനയിലൂടെ കടന്നുപോയ രാത്രികൾ. അവിടെയെല്ലാം എനിക്കുണ്ടായ ഒരു അനുഭവം, പല സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഞാനിതിനു മുമ്പ് എൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പല സംഭവങ്ങൾ ഇനി എനിക്ക് മനസ്സിലായി. ആ സംഭവങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യം, നീ പഠിപ്പിച്ച കാര്യങ്ങൾ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ? ഇനി അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ നിന്നെ കടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിച്ചൊരു വ്യക്തിയല്ലേ നീ. നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് വരുമ്പോൾ നീ അതങ്ങനെ എടുക്കും എന്ന് അറിയാൻ വേണ്ടിയാണ്. എനിക്കറിയാവുന്നൊരു കുടുംബം, ഞാൻ പലയിടത്ത് പ്രസംഗത്തിൽ പങ്കുവച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. മാതാവിൽ നിന്നും സന്ദേശം കിട്ടുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ച് ആ കുടുംബത്തിലെ ഒരു മകൾക്ക് മാതാവ് സന്ദേശം കൊടുക്കും. ഒരു പ്രാവശ്യം സന്ദേശം കൊടുത്തു, നേരെ എറണാകുളത്ത് പോവുക. എറണാകുളത്ത് എവിടെയെന്നൊന്നും പറഞ്ഞില്ല, ഇവർ റെഡിയായി എറണാകുളത്ത് പോവുക. അപ്പോൾ ആരോ ഇടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എവിടെയുണ്ട്? എറണാകുളത്ത് പോവുക. എറണാകുളത്ത് എവിടെയാണ്? അതറിയില്ല. എറണാകുളത്ത് പോകുന്ന എന്തിനാ? അതറിയില്ല. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവരെന്നാ വിചാരിക്കും? ഇവർ നോർമലാണെന്ന് വിചാരിക്കുമോ? അതിന് പോകുന്ന വഴിക്കാണ് ബാക്കി മെസ്സേജ് വരിക. ഇനി അങ്ങനെ പോയി എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എന്താ കർത്താവേ? ഉടനെ അവരോട് പറഞ്ഞത് തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. വേറെ ഒന്നും ചെയ്തില്ല. ഈ പെട്രോളും കത്തിച്ച് എറണാകുളം വരെ ചെന്നിട്ട് തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ. അവർ തിരിച്ച് വീട്ടിൽ പോന്നു. വീട്ടിലെത്തി അവർ പ്രാർത്ഥിക്കാനിരുന്നു. എന്താ കർത്താവ് ഇത്? എന്തുകൊണ്ടാണ് മാതാവ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ അവർക്ക് കിട്ടിയൊരു സന്ദേശം ഇതാണ്, അനുസരിക്കുകയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. സാധാരണ നമുക്ക് റീസണുള്ള കാര്യമാണെങ്കിൽ അംഗീകരിക്കാൻ എളുപ്പമുണ്ട്, അല്ലാത്ത കാര്യം വരുമ്പോൾ അത് അംഗീകരിക്കാൻ അത്ര എളുപ്പമല്ല. ഇവിടെ ബ്ലൈൻഡ് ഒബീഡിയൻസ്, പക്ഷേ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അത് വരുമ്പോൾ അതെങ്ങനെ എടുക്കാൻ പറ്റും? അങ്ങനെ ഒരു അവസ്ഥയിലും നീ അനുസരിക്കുവോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കാര്യം അനുവദിച്ചത് എന്ന്. ഇവിടെ ഞാൻ പലപ്പോഴായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് യെശയ്യ 30:20-21. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ കാണും, നിൻ്റെ കാതുകൾ നിൻ്റെ ഗുരുവിനെ കേൾക്കും. ഞാനതിൻ്റെ വെളിച്ചത്തിൽ പലയിടത്ത് പ്രസംഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ ദൈവത്തെ അനുഭവിക്കാതെ കുറേ വർഷങ്ങൾ സുഖജീവിതം നയിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കുറേ കഷ്ടപ്പെട്ട് സഹനത്തിലൂടെ കടന്നു പോയിട്ടാണേലും ദൈവത്തെ കാണാൻ പറ്റിയാൽ, ദൈവത്തെ കേൾക്കാൻ പറ്റിയാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ച ജീവിതം, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിനുവേണ്ടി അല്പസ്വല്പം സഹിക്കേണ്ടി വരുന്നത് അത് നഷ്ടമൊന്നുമല്ല. 2 തീമോത്തി 3:12 നമ്മൾ വായിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഈ സഹനം വരുമ്പോൾ ഈ രീതിയിൽ അതിനെ കാണാനും എടുക്കാനും സാധിക്കുന്നെങ്കിൽ ദൈവത്തെ കാണുന്നതിന്, ദൈവത്തെ കേൾക്കുന്നതിന്, ദൈവത്തെ അനുഭവിക്കുന്നതിന് അത് ഉപകാരപ്രദമാകും എന്നുള്ളത് നാം വിസ്മരിക്കരുത്. മറ്റൊരു സംഭവം എനിക്കറിയാം. ഒരു ക്യാൻസർ രോഗിയാണ്. അവർക്ക് ഈ വേദന ഇളകുമ്പോൾ കഴിക്കാനൊരു മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കാതെ പുള്ളി ആ സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ നോക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാനത് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും അതുകൊണ്ട് ഉപകാരമുണ്ടാകും എന്നെനിക്കറിയാം. ക്യാൻസർ രോഗിണിയായ ഒരു സ്ത്രീ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നതാണ് എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്ലസൻ്റായിട്ടിരിക്കുന്നു? മുഖത്തോട്ട് നോക്കിയാൽ അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്ന് ആരും പറയില്ല. അവർ പറഞ്ഞത്, എൻ്റെ വേദന ഞാൻ പ്രകടമാക്കിയാൽ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഡൗൺ ആവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനതെല്ലാം കടിച്ചമർത്തി മുമ്പോട്ട് പോവുക. സഹനത്തിൻ്റെ നടുവിലും ഇപ്രകാരം നമുക്ക് പ്ലസൻ്റാകാൻ പറ്റും എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാൻ പഠിച്ചവർക്ക്
ഏത് സാഹചര്യത്തെയും, എത്ര പ്രതികൂല സാഹചര്യത്തെയും എടുക്കേണ്ട പോലെ എടുത്ത് അതിൽ നിന്നും ആത്മീയ നന്മ കൈവരിക്കാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.